കുട്ടികളെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ സോഷ്യൽ ആക്ഷൻ്റെ രണ്ട് ഡെഫിനിഷനുകൾ പഠിച്ചു. അതിൻ്റെ ചില ഒരു ഉദാഹരണത്തിലൂടെ നമ്മളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്താ, ബഹുജന പ്രശ്നങ്ങളെ, ഒരുപാട് ആളുകൾ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ വർക്കിലെ മെത്തേഡാണ് സോഷ്യൽ ആക്ഷൻ. അതാണ് നമ്മുടെ തലയിൽ ഉണ്ടാവേണ്ട ആശയം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എന്തായിരിക്കും നോക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ. അപ്പോൾ ടെക്സ്റ്റുള്ള ഒരു 43-ാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. അതിൽ ഇംഗ്ലീഷിലുണ്ട്, നമ്മുടെ പിന്നെ മലയാളമാണ് നോക്കുന്നതെങ്കിൽ അതിൽ 47-ാമത്തെ പേജാണ്, 47-ാമത്തെ പേജ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഈസ് ദാറ്റ് സോഷ്യൽ ആക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിലൊരു മെത്തേഡാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. സെക്കൻഡറി മെത്തേഡാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ആക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. അത് നമുക്ക് പഠിക്കാൻ പ്രയാസമില്ല. സോഷ്യൽ ആക്ഷൻ സാമൂഹിക പ്രവർത്തനത്തിലെ ഒരു ദ്വിതീയ രീതിയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താ? The second feature is that it attempts to change social environment. സാമൂഹിക പരിസ്ഥിതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ജീവിതത്തിൽ അതിന് സാമൂഹികമായിട്ടുള്ള ജീവിതം നമുക്കുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ജീവിതമുണ്ട്, സാംസ്കാരികമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പലതരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡൗറി, സ്ത്രീധന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു സാംസ്കാരിക പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് അത് സാംസ്കാരിക പ്രശ്നം എന്ന് പറയുന്നത്? അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കല്യാണം കഴിച്ച് പെൺകുട്ടികളായിരിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുക, അത് സാംസ്കാരിക പ്രശ്നമാണ്. അത് ഉണ്ടാക്കുക എന്നുള്ളതൊരു സാമ്പത്തിക പ്രശ്നമാണ്. കാരണം വധുവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായി വരും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മോശം കാര്യമാണ്. നമുക്കറിയാമല്ലോ, സ്ത്രീധനം എന്ന് പറയുന്നത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് വളരെ മോശമായൊരു കാര്യമാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ ഒരു പ്രദേശത്ത് സ്ത്രീധനം കൊടുക്കൽ എന്ന് പറയുന്ന സംഗതി ഇല്ലാതാക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ചേഞ്ച് സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ചുറ്റുപാടിൽ മാറ്റമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, അയിത്തം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ശ്രമിക്കുന്നു. വിധവാ വിവാഹത്തിനെതിരായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിനെതിരായ പ്രചരണം നടത്തും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്ന അതാണ്. വി ആക്ച്വലി അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ മാറ്റമുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മൂന്നാമത്, വാട്ട് ഈസ് ദി തേർഡ് പെക്യുലാരിറ്റി? ഇറ്റ് എഫക്ട് ചേഞ്ചസ് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും രീതികളിലും മനോഭാവത്തിലും മാറ്റം കൊണ്ടുവരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആളുകളുടെ മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കാം. ഇപ്പോൾ പല ആളുകൾക്കും പണ്ടുള്ള ആളുകളോട് ഒരു 50-60 വർഷം മുമ്പുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ജാതി എന്ന് പറയുന്നതിൽ ഭയങ്കര വിശ്വാസമാണ്, തൊട്ടുകൂടായ്മയിലൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അതൊരു ആറ്റിറ്റ്യൂഡാണ്, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കുക. ഇപ്പോൾ അൺടച്ചബിലിറ്റിക്കെതിരായാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കണം. പ്രാക്ടീസസ്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസും കൂടിയാണ്. അതിൽ നമ്മൾ എന്തുണ്ടാകണം? മാറ്റം ഉണ്ടാക്കണം. സോ അതൊക്കെ സോഷ്യൽ ആക്ഷൻ നമ്മൾ ശ്രമിക്കുന്ന കാര്യമാണ്. ആളുകളുടെ മനോഭാവങ്ങളിലും രീതികളിലും മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, മാറ്റം കൊണ്ടുവരുന്നു. നമ്മൾ ശ്രമിക്കുന്നു സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നില്ല. പെൺകുട്ടികൾ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ വിടില്ല എന്നുള്ളത് ഒരു സോഷ്യൽ പ്രാക്ടീസുമാണ്, അതൊരു മനോഭാവമാണ്. ഓക്കെ, അതൊരു ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിനെതിരായി അവിടെ സോഷ്യൽ ആക്ഷൻ നടത്തുകയാണെങ്കിൽ ഇൻ എഫക്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാക്കുകയും അവരുടെ രീതികളിൽ മാറ്റമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫീച്ചർ. ഇറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ആൻഡ് ഡെമോക്രാറ്റിക്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ആൻഡ് ഡെമോക്രാറ്റിക്. ഇത് നിയമാനുസൃതവും ജനാധിപത്യപരവുമാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ ആക്ഷൻ നിയമത്തിൽ ജനാധിപത്യപരമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ജനാധിപത്യപരമായ രീതി നടത്തുന്നത്. പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ ലീഗലി പെർമിസിബിൾ എന്ന് വെച്ചാൽ നിയമം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് സോഷ്യൽ ആക്ഷൻ്റെ പേരിൽ നമുക്ക് കയറി അക്രമം ഉണ്ടാക്കാനോ തല്ലിപ്പൊളിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ നിയമത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നിയമം എന്തൊക്കെയാണോ അംഗീകരിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തിലൂടെ ചെയ്യാൻ പറ്റുകയുള്ളൂ? സോഷ്യൽ ആക്ഷനിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ.
രണ്ട്, ജനാധിപത്യം എന്ന് വെച്ചാൽ ബഹുജനാഭിപ്രായത്തെ മാനിക്കുന്നതും ആളുകളുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നതും പരസ്പര ചർച്ചയിലൂടെ ധാരണയിലൂടെ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ ആക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, ലീഗൽ ആക്ഷൻ ഈസ് ലീഗലി പെർമിസിബിൾ ആൻഡ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. എന്താണ് അത്? നിയമപരമായിട്ട് രാജ്യത്തുള്ള നിയമത്തെയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് അത് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് മോറോവർ ഇറ്റ് മസ്റ്റ് ബി ഡെമോക്രാറ്റിക്, ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു മോഡിഫൈ സോഷ്യൽ പോളിസീസ് ആൻഡ് സോഷ്യൽ ലെജിസ്ലേഷൻസ്. ഇത് സാമൂഹിക നയങ്ങളും സാമൂഹിക നിയമനിർമ്മാണവും മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ സോഷ്യൽ പോളിസി എന്ന് പറയുന്നത് ഇത് രണ്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്, സോഷ്യൽ പോളിസി ആൻഡ് സോഷ്യൽ ലെജിസ്ലേഷൻ. സോഷ്യൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇന്ത്യയിലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സോഷ്യൽ പോളിസിയാണ്, സാമൂഹ്യ നയമാണ്. ഇന്ത്യ രാജ്യത്തുള്ള 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് വേണം? വിദ്യാഭ്യാസം നൽകണം. അതൊരു സോഷ്യൽ പോളിസിയാണ്. രണ്ട്, ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത് വിദ്യാഭ്യാസം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിൽ പാസ്സായതോടുകൂടിയാണ്. അതുകൂടി അതിനുശേഷമാണ് ഈ സോഷ്യൽ പോളിസി എന്തായി മാറിയത്? ഒരു സോഷ്യൽ ലെജിസ്ലേഷനായിട്ട് മാറിയത്. അത് നമ്മൾ മനസ്സിലാക്കുക. സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക നിയമങ്ങൾ നടത്തും. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം, അല്ലെങ്കിൽ ഫാക്ടറികളിൽ ചൈൽഡ് ലേബർ ഉണ്ടല്ലോ അതിനെതിരായിട്ടുള്ള നിയമം, പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം, ഡൊമസ്റ്റിക് വയലൻസിനെതിരായിട്ടുള്ള നിയമം, ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? സോഷ്യൽ ലെജിസ്ലേഷന് ഉദാഹരണമാണ്. അപ്പം ഇതൊക്കെ സോഷ്യൽ പോളിസികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നിയമങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ സോഷ്യൽ ആക്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നത് വിവരാവകാശ നിയമം ഉണ്ടാകുന്നത് ഒരുപാട് കാലത്തെ സമരങ്ങൾക്ക് ശേഷമാണ്. ഉദാഹരണത്തിന് അരുണ റോയ് എന്നൊക്കെ പറഞ്ഞിട്ട്, അരുണ റോയ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, രാജസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ മുമ്പ് IAS ഓഫീസറൊക്കെ ആയിരുന്നു. അതൊന്ന് പുറത്ത് വന്നിട്ട് അവർ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവരുടെയൊക്കെ സംഘടന, അതുപോലെ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളൊക്കെ എന്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്? വിവരാവകാശ നിയമം രൂപപ്പെടുത്തുന്നതിനായിട്ടുള്ള സോഷ്യൽ ആക്ഷനിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ ലെജിസ്ലേഷൻ രൂപപ്പെടുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ സോഷ്യൽ ആക്ഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമ്മളുടെ രാജ്യത്ത് നിലവിലുള്ള സാമൂഹിക നയങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു സോഷ്യൽ പോളിസി ഒരു കാര്യത്തിൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് പോരാ, അത് പര്യാപ്തമല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആർക്ക് ശ്രമിക്കാം? നമുക്ക് സോഷ്യൽ ആക്ഷനോട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിൽ നിലവിലുള്ള സോഷ്യൽ ലെജിസ്ലേഷൻ പര്യാപ്തമല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ആക്ഷൻ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ വിവിധ മേഖലയിൽ നടക്കുന്ന സോഷ്യൽ ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സോഷ്യൽ പോളിസികളും സോഷ്യൽ ലെജിസ്ലേഷനും രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് സോഷ്യൽ ആക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. Social action in fact attempt to modify social policies and social legislations. Okay, right. Let's move on to one more point, that is social action aims at restructuring social institutions. Social action സാമൂഹിക സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, സോഷ്യൽ ആക്ഷനിലൂടെ നമ്മൾ ശ്രമിക്കുന്ന മറ്റൊരു കാര്യമാണ് സാമൂഹിക സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുന്നു? റീസ്ട്രക്ചർ ചെയ്യുക. ഇപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഒക്കെ, ഫാമിലി എന്നൊക്കെ പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതിനെ റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു 50 കൊല്ലം മുമ്പ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നിയമങ്ങളല്ല ഇന്ന് നിലവിലുള്ളത്, അല്ലെങ്കിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിയമങ്ങളല്ല ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന സാമൂഹ്യ സ്ഥാപനത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാറ്റങ്ങൾ ആരുണ്ടാക്കിയിട്ടുണ്ട്? ഗവൺമെൻറ്
സാമൂഹ്യ നിയമനിർമ്മാണത്തിലൂടെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ആളുകൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാൻ സാധിക്കും. മുമ്പ് അത് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? മുമ്പൊക്കെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുള്ളായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഇന്ന് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയുകയാണെ, എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വിവാഹം എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ്. സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ ഭരിക്കുന്ന നിയമങ്ങളുണ്ട്. സ്ഥാപനങ്ങൾക്കകത്ത് നിയമങ്ങളുണ്ടാവും. ഈ വിവാഹം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ഫാമിലി എന്നുള്ളതിനകത്തൊക്കെ അനൗപചാരികമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവരൊരു സ്ഥാപനങ്ങൾ പോലെയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെയൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആരെ കൊണ്ട് സാധിക്കും? സോഷ്യൽ ആക്ഷനെ കൊണ്ട് സാധിക്കും. ഇനി നമുക്ക് ഫൈനൽ പോയിന്റ് കൂടെ നോക്കാം. എന്താണ് ലാസ്റ്റ് പോയിന്റ്? ഈസ് സോഷ്യൽ ആക്ഷൻ ഈസ് കോൺഫ്രണ്ടേഷണൽ ഇൻ നേച്ചർ ബട്ട് നോൺ വയലൻറ്റ്. സോഷ്യൽ ആക്ഷൻ സംഘർഷാത്മകമാണെങ്കിലും അക്രമരഹിതമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോരാണ്ട്. സോഷ്യൽ ആക്ഷനിനകത്ത് നമുക്ക് ഒരു കാരണവശാലും അക്രമം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അത് കോൺഫ്രണ്ടേഷനിലാണ്. എന്ന് വെച്ചാൽ സംഘർഷം ഉണ്ടാവും. ഇപ്പോൾ ഒരു കൊക്കക്കോള ഫാക്ടറിയുടെ മുമ്പിൽ നമ്മൾ പോയിരുന്ന് സമരം ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാക്ടറിയുടെ പ്രവർത്തനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ അത് സംഘർഷാത്മകമാണ്. അത് ഓക്കെ. പക്ഷേ അത് ഒരിക്കലും നമ്മൾ കയറി ആ ഫാക്ടറിയുടെ ഗേറ്റ് തള്ളിപ്പൊളിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തേക്ക് വരുന്ന ആളുകളെ പിടിച്ചിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ആ ഫാക്ടറിക്ക് തീ വയ്ക്കുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? സോ ദെയർഫോർ വി ഷുഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് സോഷ്യൽ ആക്ഷൻ ഈവൻ ദോ ഇറ്റ്സ് കോൺഫ്രണ്ടേഷണൽ ഇൻ നേച്ചർ, ഇറ്റ് ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് ആസ് നോൺ വയലൻറ്റ്. നമുക്ക് അതിനകത്ത് അക്രമം എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഇതാണ് സോഷ്യൽ ആക്ഷൻ്റെ പ്രത്യേകതകൾ. നമുക്ക് ഒരു ടോപ്പിക് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററി നമ്മളിപ്പോൾ കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയത്തെ അത് ബാധിക്കും. നമുക്ക് ക്ലാസ്സുകളുടെ സമയത്ത് നമുക്കിതൊക്കെ കാണിച്ചു തരാം. ഓക്യുപൈ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു സമരമാണ്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് സമയമില്ലാത്ത നമുക്ക് ഇത് ഒറീസയിൽ നടന്നിട്ടുള്ള ഒരു സോഷ്യൽ ആക്ഷനാണ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് അവസരത്തിൽ കാണാമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമുക്കത് കാണാനുള്ള സൗകര്യം ഇല്ലാത്തതെന്ന് മനസ്സിലാക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സും കൂടെ പറയാം ഇന്ന്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യൽ ആക്ഷൻ്റെ ഉദ്ദേശ്യങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. The general purpose of social action is the proper shaping and development of socio-cultural environment in which a richer and fuller life may be possible for all the citizens. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ പൗരന്മാർക്കും എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും പൗരന്മാർക്കും സമ്പുഷ്ടവും സമ്പൂർണവുമായ ജീവിതം സാധ്യമാകുന്ന രീതിയിൽ, അവർക്ക് വളരെ സമ്പന്നമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകുന്ന രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയെ, നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികമായ ചുറ്റുപാടിനെ രൂപപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ആക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുവായ ലക്ഷ്യം അതാണ്. എല്ലാ മനുഷ്യരുടെയും സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളെ എന്ത് ചെയ്യുക, നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിൽ, സമ്പൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിൽ, മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് സോഷ്യൽ ആക്ഷൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം. അതൊരു ജനറൽ ഒബ്ജക്റ്റീവാണ്. നമുക്കിനി അതിനെ വേണമെങ്കിൽ സിമ്പിൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ ദ ജനറൽ പർപ്പസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഈസ് പ്രോപ്പർ ഷേപ്പിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് എ റിച്ചർ ആൻഡ് ഫുള്ളർ ലൈഫ് മേ ബി പോസിബിൾ ഫോർ ദ സിറ്റിസൺ. അപ്പോൾ ഇതിൻ്റെ അകത്തുകൊണ്ട് എല്ലാ പൗരന്മാരുടെയും സമ്പുഷ്ടവും സമ്പൂർണ്ണമായ ജീവിതം സാധ്യമാക്കുന്ന തരത്തിൽ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയെ രൂപപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സോഷ്യൽ ആക്ഷൻ്റെ പൊതുവായ ലക്ഷ്യം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാണ് എഴുതുക. എന്തൊക്കെയാണ് സോഷ്യൽ ആക്ഷൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഇതാണ്. ഒന്നാമത്തെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ടു സോൾവ് മാസ് സോഷ്യൽ പ്രോബ്ലംസ്, ബഹുജന സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗറിയുടെ പ്രശ്നം, അൺടച്ചബിലിറ്റിയുടെ പ്രശ്നം, ആൽക്കഹോളിസത്തിൻ്റെ പ്രശ്നം, എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ മാസ് സോഷ്യൽ ഇഷ്യൂ, ഒരാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരു പ്രദേശത്തുള്ള ധാരാളം ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, അവ പരിഹരിക്കുക. ഓക്കെ, ഒറ്റ വ്യക്തിയുടെ പ്രശ്നങ്ങളല്ല, ഒരുപാട് ആളുകളെ ബാധിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക.
എന്താണ് എന്താണ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ദി സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിലെ ആളുകൾ വെള്ളമെടുക്കുന്നത് 3-4 കിലോമീറ്റർ നടന്നു പോയിട്ട് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അതിന് പകരം അവരുടെ വീട്ടിൽ പൈപ്പിൽ വെള്ളമെത്തി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? അവരുടെ ജീവിത ഗുണനിലവാരത്തിൽ മെച്ചമുണ്ടായി എന്നർത്ഥം. 2, ഒരു ഗ്രാമത്തിലെ ആളുകളുടെ മിക്കവാറും ആളുകൾ നിരക്ഷരരാണ്, എഴുതാനും വായിക്കാത്ത അറിയാത്തവരാണ്. പക്ഷെ അവരുടെ എല്ലാവരുടെയും മക്കൾക്ക് സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചതിൻ്റെ ഫലമായി 10ാം ക്ലാസ് വരെയെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിത ഗുണനിലവാരത്തിലുണ്ടായ മെച്ചത്തിന് ഉദാഹരണമാണ്. ഈ രീതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പുള്ള തലമുറയിൽ ആളുകൾക്ക് റോഡിലൂടെ, താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് റോഡിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവർക്കും നടക്കാനുള്ള അവകാശമുണ്ടായി എന്നൊക്കെ പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടായ മെച്ചത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ആ രീതിയിൽ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? സോഷ്യൽ ആക്ഷൻ്റെ ലക്ഷ്യമാണ്. മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ദ തേർഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇംപ്രൂവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോളിസീസ്, ലെജിസ്ലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസ്. ഓക്കെ, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക എന്നർത്ഥം. ഓക്കെ, ഇംപ്രൂവ് എന്ന് പറഞ്ഞാലോ മെച്ചപ്പെടുത്തുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, സ്ഥാപനങ്ങൾ എന്നർത്ഥം. പോളിസീസ് എന്ന് പറഞ്ഞാൽ നയങ്ങൾ എന്നർത്ഥം. ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം എന്നർത്ഥം. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണനിർവഹണ രീതികൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വരിയുടെ അർത്ഥം? സാമൂഹ്യ സ്ഥാപനങ്ങൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഭരണനിർവഹണ രീതികൾ എന്നിവയെ സ്വാധീനിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എന്തിൻ്റെ ഒബ്ജക്റ്റീവ്? സോഷ്യൽ ആക്ഷൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഉദാഹരണം ഫാമിലി, കാസ്റ്റ്, മാരേജ് തുടങ്ങിയവ. ഓക്കെ, നയങ്ങൾ, സോഷ്യൽ പോളിസീസ്, നമ്മുടെ ഒരുപാട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സോഷ്യൽ പോളിസീസ്, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ പോളിസീസ് എന്നൊക്കെ പറയാം. ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം, നമുക്കറിയാം 100 കണക്കിന് നിയമനിർമ്മാണങ്ങളുണ്ട്. ഭരണനിർവഹണം, അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസ്, ഇതിനെയൊക്കെ സ്വാധീനിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള സോഷ്യൽ ആക്ഷൻ ലക്ഷ്യം. ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് രീതി എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലം നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പാലം തകർന്നു പോയി എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ പാലത്തിൻ്റെ പണിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. പക്ഷേ അതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല മുമ്പ്. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മുഴുവൻ പ്രവൃത്തികളുടെയും വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിവരാവകാശം വഴി ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് വരെ നമുക്ക് തരാൻ നിയമപ്രകാരം ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിച്ചു? നമ്മളുടെ ഭരണനിർവഹണത്തിൽ സുതാര്യത എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? അപ്പോൾ അത് ഒരു 10-20 വർഷം മുമ്പ് ഇത് സാധ്യമായിരുന്നൊരു കാര്യമല്ല. 10-20 വർഷം മുമ്പ് ഓരോ ഓഫീസിലെ ഫയലിനകത്ത് എന്താണുള്ളത് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാം. ഇന്ന് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നുണ്ട്. പലപ്പോഴും ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറൊക്കെ പരീക്ഷ നടക്കുന്നു. ആ പരീക്ഷ പേപ്പർ നിങ്ങൾക്കൊരു നിശ്ചിത തുക അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എഴുതിയത് എങ്ങനെയാണ്, അതിന് എത്ര മാർക്ക് വീതം തന്നിട്ടുണ്ട് എന്നൊക്കെ ഓരോ ചോദ്യത്തിനും എത്രത്തോളം മാർക്ക് വീതം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ സാധ്യത ഉണ്ടായിട്ട് 5-6 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അത് സാധ്യമായിരുന്ന കാര്യം ഒരു കുട്ടിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയ ചോദ്യത്തിന് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക സാധ്യമായ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിച്ചാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസിൽ മാറ്റം ഉണ്ടായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ സോഷ്യൽ ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങൾ, നമ്മുടെ സാമൂഹ്യ നയങ്ങൾ, നമ്മുടെ നിയമനിർമ്മാണം, നമ്മുടെ ഭരണരീതികൾ എന്നിവ ജനങ്ങൾക്ക് അനുകൂലമായി സ്വാധീനിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ആരുടെ ലക്ഷ്യമാണ്? സോഷ്യൽ ആക്ഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. Now let us consider the final objective of, not final objective, let's move on to the next one, which is to reallocate power and resources in a judicious manner.
പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അധികാരം എന്ന അർത്ഥത്തിലാണ്. അധികാരം. റീഅലോക്കേറ്റ് എന്ന് പറഞ്ഞാൽ പുനർവിന്യസിക്കുക, മാറ്റിക്കൊടുക്കുക എന്നർത്ഥം. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഭവങ്ങൾ എന്നർത്ഥം. ജുഡീഷ്യസ് മാനർ എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ രീതിയിൽ എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ വരിയുടെ അർത്ഥം? അധികാരവും വിഭവങ്ങളും നീതിപൂർവമായ രീതിയിൽ പുനർവിന്യസിക്കുക. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പം അധികാരം, ഒരു 25 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരിലും ഒക്കെയാണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നിയമങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയ്ക്കൊക്കെ ഒരുപാട് അധികാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? അധികാരം പുനർവിന്യസിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ നിയമസഭകളുടെയും കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലുമായി കേന്ദ്രീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാരിലുമായി കേന്ദ്രീകരിച്ചിരുന്ന അധികാരങ്ങൾ വളരെ താഴെ തട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അധികാരത്തിൻ്റെ പുനർവിന്യാസമാണ്. മനസ്സിലായല്ലോ? പണ്ട് ഒരു MLA, ഒരു മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും അവിടുത്തെ വാർഡ് മെമ്പർമാർക്കും ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയരത്തിലുള്ള അധികാരം താഴെ തട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു പുനർവിന്യാസ ഉദാഹരണമാണ്. വിഭവങ്ങൾ, ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളിൽ LP സ്കൂൾ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ ഒരു മൂത്രപ്പുര നിർമ്മിക്കണമെങ്കിൽ, അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ, അവിടെ ഇങ്ങനെ ഒരു സൗകര്യം വർദ്ധിപ്പിക്കണമെങ്കിലൊക്കെ ഇന്ന് ഗ്രാമപഞ്ചായത്ത് വിചാരിച്ചാൽ മതി. 10-20 വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള പണം തിരുവനന്തപുരത്ത് ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പാസ്സാക്കി വരണമായിരുന്നു. ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് ചെയ്യാൻ പറ്റും. അത് കാരണം എന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് അതിനാവശ്യമായുള്ള വിഭവങ്ങൾ ഇന്ന് ലഭ്യമാണ്. മനസ്സിലായല്ലോ? അതാണ് വിഭവങ്ങളുടെ പുനർവിന്യാസം. ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നീതിപൂർവമായ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വ്യക്തം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ പണം എല്ലാ മേഖലയ്ക്കും അലോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില ജില്ലകളിൽ ഭയങ്കര കൂടുതലായിട്ട് പണം കൊടുത്തിരിക്കുന്നു, ചില ജില്ലകൾക്ക് വളരെ കുറച്ച് കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നീതിപൂർവമായിട്ട് അധികാരമോ പണമോ വിഭവങ്ങളോ വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം, അല്ലേ? അത് ഇന്ന് പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഇന്ന് സോഷ്യൽ ആക്ഷൻ, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സോഷ്യൽ ആക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫോഴ്സ് the authority to reallocate power and resources in a judicious manner. Okay, so that's an important aspect of social action. So through social action we could force those in power to reallocate, redistribute the resources and power at their disposal in a judicious manner. ഇതാണ് നമ്മൾ അതായിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക എന്നർത്ഥം. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ എന്നർത്ഥം. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ. അപ്പോൾ ഇതിനെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ ഇൻഫ്ലുവൻസ് ആൻഡ് ഇംപ്രൂവ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒരു മിനിറ്റ് യെസ്, അത് ഇവിടെ അടുത്ത സ്ലൈഡിലായിരുന്നു. ഓക്കെ, ടു ഇൻഫ്ലുവൻസ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അവിടെ ഒരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം വരാൻ പോവുകയാണ് എന്ന് കരുതുക. ഇവിടെ ഈ ഡാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിലുള്ള 100 കണക്കിന് ഏക്കർ കൃഷിഭൂമിയും വനഭൂമിയും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലാവും. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു സാഹചര്യമുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിക്കാൻ തയ്യാറല്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പുഴയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ധാരാളം വൈദ്യുതി ഉണ്ടാക്കുകയും അതുകൂടാതെ കുടിവെള്ള വിതരണ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, അല്ലേ? ആ തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ 2 വശങ്ങളും ഉണ്ടാവും. ഒന്ന് ഈ ഡാം നിർമ്മാണത്തിന് അനുകൂലമായിട്ടുള്ള വശം ഉണ്ടാവും, മറ്റൊന്ന് എതിരായിട്ടുള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ പ്രക്രിയ സ്വാധീനിക്കാൻ നമുക്ക് എന്തിലൂടെ സ്വാധീനിക്കും? സോഷ്യൽ ആക്ഷനിലൂടെ സ്വാധീനിക്കും. ആളുകൾ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ഈ ഡാം നിർമ്മാണം കൊണ്ട് ബുദ്ധിമുട്ടിലാവുന്ന ആളുകൾ സംഘടിക്കുകയും അവർ പ്രതിഷേധങ്ങൾ നടത്തുകയും അവർ കളക്ടറേറ്റ് മാർച്ച് നടത്തുകയും
അവർ പോസ്റ്റർ ഒട്ടിക്കുകയും അവർ തെരുവുനാടകം കളിക്കുകയും അവർ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അവർ ഡോക്യുമെൻ്ററികൾ നിർമ്മിക്കുകയും അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഈ പ്രശ്നം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ചിലപ്പോൾ അവരെ കൊണ്ട് സാധിച്ചേക്കാം. എപ്പോഴും വിജയിക്കണമെന്നില്ല. ഉദാഹരണത്തിന് നർമ്മദ ബച്ചാവോ ആന്തോളൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മേധാ പട്കറുടെ നേതൃത്വത്തിൽ നർമ്മദാ നദിയിൽ ആയിരക്കണക്കിന് ഡാമുകൾ നിർമ്മിക്കുന്നതിനെതിരായിട്ട് നടന്നിട്ടുള്ള വലിയ ബൃഹത്തായ സമരങ്ങളാണ്. ഇപ്പോഴും ആ സമരം അവസാനിച്ചിട്ടൊന്നുമില്ല. ആ സമരത്തിൽ വളരെ ദീർഘകാലം നീണ്ട സമരമായിരുന്നു. പക്ഷേ ആ സമരത്തിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ആ സമരത്തിൽ അവർ മുന്നോട്ട് വെച്ച അവർ വളരെയധികം ശ്രമിച്ചിരുന്നു. ഈ ഇന്ത്യ മുഴുവൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ഇതിൻ്റെ മെസ്സേജുകൾ കൊടുക്കാനും സുപ്രീം കോടതിയിലടക്കം കേസുകൾ നടത്താനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിജയിച്ചിട്ടില്ല. പക്ഷേ അത് പറയുന്നത്, അപ്പോൾ സോഷ്യൽ ആക്ഷൻ കൊണ്ട് നമ്മൾക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇന്ന് കേരളത്തിലിരിക്കുന്ന നമുക്കും അറിയാം നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയെ പറ്റി, അല്ലെങ്കിൽ നർമ്മദാ നദിയിൽ ആയിരക്കണക്കിന് അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ നർമ്മദാ വാലിയിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആദിവാസി കുടുംബങ്ങൾ ഭൂമി നഷ്ടപ്പെട്ടു, അവരുടെ വീടുകൾ വെള്ളത്തിനടിയിലായി പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അപ്പോൾ ഭാവിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ അതിലൂടെ ഇനിയൊരു ഡാം നിർമ്മിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് പ്രസക്തമാണ്. അത് നമ്മൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയെ സ്വാധീനിക്കാൻ ആർക്ക് സാധിക്കും? സോഷ്യൽ ആക്ഷൻ സാധിക്കും. ഇനി ഒരൊറ്റ പോയിന്റ് കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ആ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഇൻഫ്ലുവൻസ് ദി ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, സ്വാധീനിക്കുക. ആറ്റിറ്റ്യൂഡ്സ് മനോഭാവങ്ങൾ, വാല്യൂസ് മൂല്യങ്ങൾ, ബിഹേവിയർ പെരുമാറ്റം. അപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജനങ്ങളുടെ മനോഭാവം, മൂല്യബോധം, പെരുമാറ്റം എന്നിവയെ സ്വാധീനിക്കുക. അത് നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ സോഷ്യൽ ആക്ഷൻ, ഇപ്പോൾ ഒരു ഗ്രാമത്തിലെ തെരുവുകളിലൂടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ സോഷ്യൽ ആക്ഷൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ജനങ്ങളുടെ മനോഭാവത്തിലും മൂല്യബോധത്തിലും മാറ്റം ഉണ്ടാക്കുകയാണ്, പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഈ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലൊക്കെ ജാതി മതിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ മേൽജാതിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും താഴ്ന്ന ജാതിക്കാർ താമസിക്കുന്ന ഇടയിലും മതിൽ നിർമ്മിച്ചിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മതിലുകൾ തകർത്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജാതി മതിൽ തകർത്തു എന്നൊക്കെ പറഞ്ഞ് പത്രവാർത്തകളൊക്കെ വന്നിരുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു പൊതുനിരത്തിലൂടെ എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്താണ്? ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം വൈക്കം അമ്പലത്തിൻ്റെ മുമ്പിലുള്ള പൊതുവഴിയിലൂടെ എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അതിനെതിരായിട്ടാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. ഒക്കെ അങ്ങനെയുള്ള പല ആളുകളും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്നതും സത്യാഗ്രഹ സമരമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ സമരത്തിലൂടെ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? ഈ പൊതുജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്താ കാര്യം? അതായത് പൊതുവഴിയിലൂടെ എല്ലാവരും നടന്നുകൂടാ എന്നുള്ളത് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ് എല്ലാവർക്കും ഉള്ള. അല്ലെങ്കിൽ ആ മനോഭാവത്തെ പൊതുവഴി എല്ലാവർക്കും ഉപയോഗിക്കാം എന്ന് മാറ്റി തീർക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ വാല്യൂസ്, എന്താ മൂല്യം? എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറയുന്നൊരു വാല്യൂയാണ്. ആ വാല്യൂ അംഗീകരിച്ചു കഴിഞ്ഞാൽ പൊതുനിരത്തിലൂടെ എല്ലാവരും സഞ്ചരിക്കുന്നതിനോ, ആളുകൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനോ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനോ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പൊതുനിരത്തിലൂടെ എല്ലാ ജാതിയിലും പെട്ട ആളുകൾ സഞ്ചരിക്കുന്നതിനെ തടയാൻ ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊരു വാല്യൂവിലെ മാറ്റമാണ്. ഇപ്പോൾ വൈക്കം അമ്പലത്തിൻ്റെ മുമ്പിലുള്ള വഴിയിലൂടെ എല്ലാ ജാതിയിലും പെട്ടവർ സഞ്ചരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് ഒരു മൂല്യത്തിന് വിരുദ്ധമായ കാര്യമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, സോഷ്യൽ ആക്ഷനോട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം ഉണ്ടായി. ഇനി ആ വഴിയിലൂടെ ആളുകൾ നടന്നു പോകുന്നു എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ കൂടിയാണ്, പെരുമാറ്റം കൂടിയാണ്. ആളുകൾ നല്ല സഞ്ചരിക്കുന്നു, അതിനെ തടയുന്നു, അതൊരു ബിഹേവിയറാണ്. മറിച്ച് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകുന്നു, ആളുകൾ പോകുന്നതിന് സഹായകരമായിട്ട് നിലപാടെടുക്കുന്നു, അതും ഒരു ബിഹേവിയർ ആണ് എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിൽ ആളുകളുടെ മനോഭാവങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിൽ മാറ്റമുണ്ടാക്കുന്നത് എന്തിനുദാഹരണമാണ്? ഒരു ഉദാഹരണമാണ്, സോഷ്യൽ ആക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ 6 ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 6 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ
7 ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഈ പാഠത്തിൽ മതി. ഇനി നമുക്ക് സോഷ്യൽ ആക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാഠത്തിൽ പഠിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി എന്ന് നമുക്ക്